ഒരുപക്ഷെ SSLCയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ CBSEക്ക് മാത്രം കാണുന്ന സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇത്തവണ ഇവർക്ക്. ഇതുപോലെയുള്ള കൺഫ്യൂസിംഗ് 1 മാർക്ക് ചോദ്യങ്ങൾ നിങ്ങൾക്ക് A+ നഷ്ടപ്പെടുത്തും. ഈ തവണ ചോയ്സ് ക്വസ്റ്റ്യൻ പോലും ഒഴിവാക്കിക്കൊണ്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ. ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ആർക്കെനെക്സ്. സോ ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് SSLCക്കാരോട് പറയാൻ വേണ്ടിയാണ് നമ്മൾ മക്കളെ, SSLCയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു ഓണം എക്സാമിന് ഇങ്ങനെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലെ? മക്കളെ, ഇപ്പൊ SCRT നമ്മുടെ ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷന്റെ സാമ്പിൾ ചോദ്യ പേപ്പർ പുറത്തിറക്കിയിട്ടുണ്ട്. വളരെ ടഫ് ആയിട്ടുള്ള, വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള എക്സാം പാറ്റേൺ ആണ്. അപ്പൊ കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും പേപ്പർ ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യണം. അതായത് ഓൾമോസ്റ്റ് എല്ലാ പാറ്റേണും മാറ്റിക്കൊണ്ട്, അതായത് ചോയ്സ് ക്വസ്റ്റ്യൻ പോലും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പാറ്റേണിലാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ മൂവ് ചെയ്യുന്നത്. നമ്മൾ നോക്കാം അല്ലെ? നമുക്ക് വിശദമായിട്ട് നോക്കാം. ഈ ഒരു രീതിയിലാണ് ഓണം എക്സാം നടക്കുന്നതെങ്കിൽ വളരെ ടഫ് ആയിരിക്കും. നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക അല്ലെ? കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ബുക്ക് എടുത്ത് നിങ്ങൾ SCRT ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിച്ചു തുടങ്ങി എന്നാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിന്റെ ഒരു ഡെപ്ത് എന്താണെന്നുള്ള അല്ലെ? ആദ്യം വരുന്നത് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. 4 ചോദ്യങ്ങളാണ്. ഈ ഒരു 4 ചോദ്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും. ഈ ഒരു മൂന്നാമത്തെ ചോദ്യം 4 മാർക്കിന് 4 മാർക്സിന് മാച്ച് ദ ഫോളോയിങ് എന്ന രീതിയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് 1 മാർക്കിന് നിങ്ങൾക്ക് ഇപ്പോ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു എത്ര കമ്പയർ ആണ് നിങ്ങൾ OR, CHO, COH ഇത്രയും ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾ ഇവരെ പേരൊക്കെ മൊത്തം പഠിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് 1 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം. 2 മാർക്കിനും 4 മാർക്കിനും ഒക്കെ ചോദിച്ചിരുന്ന ഒരു ചോദ്യം 1 മാർക്കിന് ടൈം അത്രയും കുറവായിരിക്കും എക്സാമിന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇതൊരിക്കലും കുഞ്ഞുമക്കളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല പറയുന്നത്. നിങ്ങൾ അഗ്രസീവ് ആയിട്ടിരിക്കുക, നിങ്ങൾ പഠിച്ചു തുടങ്ങുക വൃത്തിയായിട്ട്. SCRT ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിച്ചു തുടങ്ങാൻ വേണ്ടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇവർക്ക് ശരിക്കും പ്രീവിയസ് ഇയർ മുൻവർഷ ചോദ്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഓണം എക്സാം പഠിക്കാൻ പറ്റില്ല. കാരണം കെമിസ്ട്രിയുടെ ഏറ്റവും അവസാനം ഉണ്ടായിരുന്ന 2 ചാപ്റ്റേഴ്സ് ആണ് ഇത്തവണ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ ഓണപരീക്ഷയുടെ പേപ്പർ അല്ല നിങ്ങൾ പഠിക്കേണ്ടത്. ഇപ്പോൾ പ്രസിദ്ധീകരിച്ച ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇതിന്റെ ഓരോ ചോദ്യങ്ങളും നമ്മൾ കോണ്ടന്റ് വീഡിയോ ഓർഗാനിക് ഒക്കെ അത്യാവശ്യം ഡെപ്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മക്കൾക്ക് ആ ഓണം എക്സാം ഫേസ് ചെയ്യാൻ പോകുന്ന ഓണം എക്സാം നിങ്ങൾക്ക് പേടിപ്പെടുത്തുന്നത് തന്നെയാണെന്ന് പറയാം അല്ലേ? അപ്പൊ നോക്കുക, CBSE പാറ്റേണിൽ കാണുന്ന സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഇത് കഴിഞ്ഞ വർഷം അവർ ഇംപ്ലിമെന്റ് ചെയ്തതാണ്. അസേർഷൻ റീസൺ ടൈപ്പ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ അവിടെ കാണുള്ളൂ CBSE അല്ലേ? അപ്പൊ 1 മാർക്കിന്റെ ചോദ്യം വന്നിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ ഏറ്റവും വലിയ പ്രത്യേകത ചോയ്സ് ഇല്ല. ഇത്തവണ നമുക്ക് ചോയ്സ് ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോ നിലവിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ ഒരു, അതായത് ചോയ്സ് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങാനും 1-2 ചോയ്സ് ക്വസ്റ്റ്യൻ ആണുള്ളത്. പക്ഷെ അത് തന്നെ ഒരു ചാപ്റ്റർ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത് ഒരു ചാപ്റ്റർ തന്നെ ചോയ്സ് ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ് അല്ലെ? സാധാരണ വരിക ഒരു 5 ക്വസ്റ്റ്യൻ തന്നിട്ട് അല്ലെങ്കിൽ ഒരു 7 ചോയ്സ് തന്നിട്ട് 7 ഓപ്ഷൻസ് തന്നിട്ട് അതിൽ 5 എണ്ണം അറ്റൻഡ് ചെയ്യാനാണ് പറയാ. അപ്പൊ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടിയെടുക്കാൻ അല്ലെങ്കിൽ A+ നേടിയെടുക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആ സാധ്യത ഇല്ലാതായിരിക്കും. 7ാമത്തെ ക്വസ്റ്റിന്റെ കേസിൽ Aയും Bയും ഒരേ ചാപ്റ്റർ എന്നാണ്. ഓർ ക്വസ്റ്റൻ ആണ്. A എഴുതുക അല്ലെങ്കിൽ B എഴുതുക. പക്ഷെ Aയും Bയും വന്നിരിക്കുന്നത് ഒരേ ചാപ്റ്റർ എന്നാണ്. സപ്പോസ് നമ്മൾ ആ ചാപ്റ്റർ ഒഴിവാക്കിയാൽ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ വിടേണ്ടി വരും എന്നുള്ളതാണ്. അത് മാത്രമല്ല ഇത് വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ നമ്പർ 5 to 11 2 ചോദ്യങ്ങൾക്കാണ് ചോയ്സ് ഉള്ളത്. മുഴുവൻ ചോദ്യങ്ങൾക്കും ചോയ്സ് ഇല്ല. 2 ചോദ്യങ്ങൾക്കാണ്. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 7 Aയും Bയും അതിനാണ് ചോയ്സ് വന്നിരിക്കുന്നത്. അതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ, വേറൊരു ക്വസ്റ്റ്യന്റെയും ഒരു ക്വസ്റ്റ്യന് മാത്രമാണ്. അതേതാണ് ക്വസ്റ്റ്യൻ നമ്പർ 11 അതിന് Aയും Bയും അതിനാണ് ചോയ്സ് വന്നിരിക്കുന്നത്. അപ്പൊ സാധാരണത്തെ പാറ്റേണിൽ നിന്ന് ഡിഫറെന്റ് ആണ് ഇത്തവണത്തെ പാറ്റേൺ. അപ്പൊ നിങ്ങൾ പാറ്റേൺ അറിഞ്ഞു പഠിക്കാം മക്കൾ. ഞാൻ വീണ്ടും നിങ്ങളെ പറയാം, നിങ്ങൾ ഒരിക്കലും പേടിപ്പെടുത്താനോ അല്ലെങ്കിൽ വരാൻ പോകുന്ന ക്വസ്റ്റ്യന്റെ ഭീകരത കാണിക്കാനോ ഒന്നുമല്ലത്. നിങ്ങൾ പഠിച്ചു തുടങ്ങണം. SCRT ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിച്ചു തുടങ്ങണം എന്ന് ഓർമ്മപ്പെടുത്താനാണ് ആർക്കെനെക്സിൽ ടെക്സ്റ്റ് ബുക്ക് വെച്ച് ഓരോ ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ നിങ്ങൾക്ക് കോണ്ടന്റ് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് കെമിസ്ട്രിയുടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ASR മിസ്സിന്റെ ബയോളജിയിലേക്ക് പോവാം. കെമിസ്ട്രിയുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അത് ഇത് ഒരേ ഒരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. അതിന് ഓപ്ഷൻ ഉണ്ടെങ്കിലും രണ്ടും ഒരേ ചാപ്റ്ററിൽ നിന്നാണ് അല്ലെ? 4 മാർക്ക് ക്വസ്റ്റ്യൻ നോക്കിയേ. 4 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ മിസ് ആവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ അല്ലെ? അവരിതുവരെ ഏത് ചാപ്റ്ററിൽ നിന്നാണ് 4 മാർക്ക് ചോദിക്കാതെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഒരേ ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ചാപ്റ്റർ വിട്ടാൽ 4 മാർക്കാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത. അപ്പൊ നമുക്ക് അശ്വിനി മിസ്സിനെ വിളിച്ചാലല്ലേ ബയോളജി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി? അശ്വിനി മിസ്സിനെ വിളിക്കാം. അശ്വിനി മിസ് അപ്പൊ നമ്മൾ ബയോളജിയിലേക്ക് കിടക്കല്ലേ? ബയോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യുക. കെമിസ്ട്രി ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ക്വസ്റ്റ്യനെ പറ്റിയൊക്കെ വ്യക്തമായ ഒരു ഐഡിയ നിങ്ങൾക്ക് കാണും. ഇനി ബയോളജിയിലേക്ക് നമ്മൾ കിടക്കണം. അശ്വിനി മിസ്, ബയോളജിയെ പറ്റി കൂടുതൽ പറയാൻ എനിക്കറിയില്ല. അശ്വിനി മിസ് തന്നെ പറയും. അതായത് ബയോളജിയിൽ നമ്മൾ
ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ ശ്രദ്ധിക്കേണ്ടത് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ നമ്മൾ ഓൾറെഡി കുറെ വീഡിയോസ് ഒക്കെ ചെയ്തപ്പോൾ നിങ്ങൾ SSLC-കാരോട് ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ആദ്യമായിട്ടാണ് കാണുന്നത്, ആദ്യമായിട്ടാണ് പഠിക്കുന്നത്, കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിലെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻസിന്റെ പാറ്റേണിലും മാറ്റങ്ങൾ വരുമെന്ന് പറഞ്ഞു. പക്ഷെ എത്തരത്തിലുള്ള മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഈ ഐഡിയ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതുപോലെയുള്ള ഒരു സാമ്പിൾ അഥവാ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിരിക്കുന്നത്. പക്ഷേ ഈ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ വന്നപ്പോ തന്നെ നിങ്ങൾ വല്ലാതെ പേടിപ്പെടുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയി പോയി അല്ലേ? അതെ അതെ. അതായത് ഈ ഒരു പാറ്റേൺ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് അറിയാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇത്തവണ A+ന്റെ നിരക്ക് കുറയും, ഉറപ്പായും. അതായത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ മാച്ച് ദ ഫോളോയിങ് ആണ്. നിങ്ങൾ ആലോചിക്കുക, ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ സാധാരണയായിട്ട് 3 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരും. ഇത് മാച്ച് ചെയ്താൽ മാത്രം പോരാ, അതിൽ നിന്ന് നിങ്ങൾ ഇതുപോലെ ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റ് ആയിട്ട് ഏത് ഓപ്ഷനാണ് വരിക എന്നുള്ളത് നിങ്ങൾ തെരഞ്ഞെടുക്കണം. കൺഫ്യൂസിംഗ് ആണ്. അതായത് ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കണം. കോമ്പറ്റേറ്റീവ് അതേപോലത്തെ ഒരു പാറ്റേൺ ആണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അപ്പം വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇതുവരെ 1 മാർക്കിന്റെ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി സിമ്പിൾ ആയിരിക്കില്ല. കുറച്ച് ചിന്തിച്ച് കുറച്ച് സമയം ചെലവഴിച്ച് ആപ്ലിക്കേഷൻ ലെവലിലാണ് 1 മാർക്ക് മുതൽ 4 മാർക്ക് വരെയുള്ള എല്ലാ ചോദ്യങ്ങളും വന്നിരിക്കുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ചിന്തിക്കണം. സോ ഇത് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അതായത് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു മാച്ച് ദ ഫോളോയിങ് തരും. പക്ഷെ ആ മാച്ച് ദ ഫോളോയിങ്ങിൽ നിന്ന് നിങ്ങൾ മാച്ച് ചെയ്തതിന് ശേഷം ഈ ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റ് ഉത്തരവാണ് തിരഞ്ഞെടുക്കേണ്ടത്. യെസ്. ആൻഡ് ഓൾസോ ഇതിൽ ഒരു കാര്യം കൂടി ഉണ്ട് സർ. നമ്മൾ പൊതുവേ ഇല്ലേ ഇതുപോലെ ഈ സയന്റിസ്റ്റിന്റെ പേര് അതിൽ നിന്ന് ചോദ്യങ്ങൾ എടുത്ത് ചോദിക്കാറില്ല. അങ്ങനെ എടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാറില്ല. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല, അവര് കറക്റ്റ് ആയിട്ട് പേരടക്കം ചോദിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ, ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അവര് പിക്ക് ചെയ്തിട്ടാണ് ചോദ്യം. അതായത് ടെക്സ്റ്റ് ബുക്ക് SCERT ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ പഠിക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് മനസ്സിലാക്കുക. സോ ആർക്കനെക്സ്. അപ്പൊ മക്കളെ നോക്കിക്കുക. അതുപോലെ തന്നെ ഈ ഒരു പാറ്റേൺ ഇപ്പൊ മിസ് ഓൾറെഡി പറഞ്ഞു, സ്റ്റേറ്റ്മെന്റ് റീസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പൊ കെമിസ്ട്രിയിലും നമ്മളെ അഞ്ജിത മിസ് പറഞ്ഞു തന്നു. ഇതൊക്കെ CBSE ലെവൽ ആപ്ലിക്കേഷൻ അതായത് ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റിന് തന്നെയാണോ കറക്റ്റ് റീസൺ കൊടുത്തിരിക്കുന്നത്, സ്റ്റേറ്റ്മെന്റ് ശരിയാണോ, റീസൺ ശരിയാണോ, മാച്ച് ഉണ്ടോ, ഇത്രയും നോക്കിയിട്ട് വേണം നമ്മൾ ഈ ഓപ്ഷനിൽ നിന്ന് കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാൻ. real reason for assertion. Yes. അപ്പൊ ഇതാണ് ചിന്തിക്കേണ്ടത്. കുറെ ചിന്തിക്കാനുണ്ടല്ലേ സാർ? നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് ചിന്തിച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. തെറ്റാൻ ചാൻസ് കൂടുതലാണ്. 1 മാർക്ക് പോയാലും ഫുൾ മാർക്ക് പോകും, 1 മാർക്ക് പോയാലും A+ നഷ്ടപ്പെടും. യെസ്. അതേപോലെ വീണ്ടും ഇതേ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. അതായത് 1 മാർക്ക് മുഴുവൻ ഇതുപോലെ ചൂസ് ദ കറക്റ്റ് ആൻസർ തന്നെ ആയിരിക്കും. ഇനി നേരത്തെ നമ്മൾ കെമിസ്ട്രിയിൽ ഒരു കാര്യം പറഞ്ഞു, ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അപ്പൊ ഇതിലും നേരത്തെ നമ്മൾ കെമിസ്ട്രിയിൽ പറഞ്ഞ അതേ കാര്യമാണ്. അതായത് ഒരേ ചാപ്റ്ററിൽ നിന്നുള്ള ഓർ ക്വസ്റ്റ്യൻ. അവിടെയാണ് പ്രശ്നം വരിക. അവിടെയാണ് ആ ചാപ്റ്റർ മിസ്സായിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനെ മിസ്സാവാണ്. 4 മാർക്ക് ക്വസ്റ്റ്യൻ മിസ്സാവും. നിങ്ങൾ ഇതുവരെ ചിലപ്പോൾ ഫുൾ മാർക്ക് വാങ്ങിയ കുട്ടിയൊക്കെ ആണെങ്കിൽ കുടുങ്ങിപ്പോവും. അത് മാത്രമല്ല ഇതില് കണ്ടില്ല ആൻസർ ക്വസ്റ്റ്യൻസ് 5 to 11. അതായത് മൊത്തത്തില് 5 മുതൽ 11 വരെയുള്ള ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ആൻസർ 5 to 11 ആണെങ്കിലും അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൻസർ ഇനി 5 ക്വസ്റ്റ്യൻസ്, ആൻസർ ഇനി 3 ക്വസ്റ്റ്യൻസ് നോക്കിയാണ് തരിക. എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. അതിൽ അവരിങ്ങനെ ചോയ്സ് ചെയ്തിലാണ് കൊടുത്തത്. അതിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഏതെങ്കിലും ഒന്ന് തെരഞ്ഞെടുക്കാം. അതും ഒരേ ചാപ്റ്ററിൽ നിന്നാണ്. അപ്പൊ 10 നിന്ന് 7 എഴുതുക അല്ലെങ്കിൽ 10 നിന്ന് 8 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാന്നല്ല പറയുന്നത്. 10 10 ആൻസർ ചെയ്യണം. 10 അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, ഏതെങ്കിലും 1 or 2 ചോദ്യത്തിന് മാത്രം ചോയ്സ്. അതിൽ തന്നെ ശരിക്കും ഡിഫറെന്റ് ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പഠിച്ച ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു ചാപ്റ്റർ ഒഴിവാക്കിയാൽ പോലും നമുക്ക് വലിയൊരു ടെൻഷൻ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇത് പ്രശ്നമാണ്. ഇത് പ്രശ്നം തന്നെയാണ് അല്ലേ? സെയിം ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യങ്ങൾ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എല്ലാ ചാപ്റ്ററും പഠിക്കുക എന്നുള്ളതാണ്. ഗീവ് ദ റീസൺ. അതായത് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, പക്ഷെ അതിന്റെ കാരണമാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കാരണം എഴുതുന്ന എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. അശ്വിനി, ഇത് റീസണിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ സാധാരണ കാണുന്നത് നിങ്ങൾ പറഞ്ഞ CBSE തന്നെയാണ്. +1 CBSE, +2 CBSE മെയിൻ എക്സാമിനാണ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുക. ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ റെഗുലർ ആയിട്ട് കാണുന്നുണ്ട്. യെസ്. അപ്പം അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യന് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ. അപ്പൊ ആ ലെവലിൽ വേണം നിങ്ങളെ ചിന്താഗതി മാറാൻ. അതെ, മാറി ചിന്തിച്ചേ പറ്റൂ എന്നാണ്. മാറി ചിന്തിച്ചേ പറ്റൂ. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളൊരു നോർമൽ മോഡിൽ ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മൾ
പഠിച്ചേ പറ്റൂ. അതിനാണ് എന്ത് ചെയ്യുന്നത്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇറക്കിയിരിക്കുന്നത്. ആ മോഡൽ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നിങ്ങൾ ആ ട്രാക്കിലേക്ക് വരും. ആ ട്രാക്കിലേക്ക് വരാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് ലൈൻ ബൈ ലൈൻ ക്ലാസ്സുകൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. റെഡി അല്ലേ? യെസ്, അത് നമ്മുടെ ചാനൽ എന്തായാലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുക. നിങ്ങളെ വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ഈസി ആയിരിക്കും എന്തായാലും. അതായത് ആ ഒരു ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ചാപ്റ്റേഴ്സ് പരിചയപ്പെടുക എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ മക്കളെ നിങ്ങൾക്ക് അറിയാലോ, അതായത് ഒരു 1.5 വർഷം മുന്നേ വരെ വളരെ ചീത്തപ്പേര് കിട്ടിയിട്ടുണ്ടായിരുന്നു 10ാം ക്ലാസ്സിന്റെ ചോദ്യ പേപ്പറുകൾക്ക്. കാരണം എപ്പോ നോക്കിയാലും ഒരു അരമണിക്കൂർ കൊണ്ട് ഒരു കുട്ടിക്ക് എന്താ പറയാ എക്സാം എഴുതി എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആയിരുന്നു. അരമണിക്കൂർ മാത്രം എക്സാം എഴുതാൻ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം വെറും 1 വേർഡുകളായിരുന്നു. അതും ഈസി ക്വസ്റ്റ്യൻസ്. പക്ഷെ അതെല്ലാം മാറി, അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. പാറ്റേൺ അങ്ങ് മാറ്റി, കംപ്ലീറ്റ് അങ്ങ് മാറ്റി. അതായത് ഞങ്ങൾ എന്ത് ചെയ്യാ, നമ്മളെ സെൽ എന്ത് ചെയ്യാ, ആ ഇതിന്റെ ഡെപ്ത് അങ്ങ് കൂട്ടി അല്ലേ? അതെ, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ മാത്രമല്ല, ചോദ്യത്തിന്റെ പാറ്റേൺ ആയിട്ട് അവർ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, വീണ്ടും സെയിം കണ്ടോ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. എണ്ണം കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയായിരിക്കും അത് പാറ്റേൺ മാറ്റാൻ കാരണം അല്ലേ? കുറച്ചും കൂടി ടൈറ്റ് ആക്കി അവര് നിലവാരം കൂട്ടുക. കാരണം പാസ്സാവുന്ന പെർസെന്റേജിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷെ കഴിഞ്ഞ വർഷം നിങ്ങൾ നോക്കി 10,000 കുട്ടികൾക്കാണ് A+ കുറവ്. രണ്ട് വർഷം, കഴിഞ്ഞ വർഷം ഈ വർഷം കമ്പയർ ചെയ്യണം. കഴിഞ്ഞ വർഷം ഈ വർഷത്തെക്കാളും 10,000 കുട്ടിയുടെ A+ കുറവാണ്. അപ്പൊ ഓരോ വർഷം A+ന്റെ എണ്ണം കുറഞ്ഞു വരികയാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അലേർട്ട് ആയിരിക്കുക, നമ്മൾക്ക് A+ വേണം, അത്രയാണല്ലോ. അതായത് അത് മാത്രമല്ല, ആക്ച്വലി പൊതുവെ നമ്മൾ എപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾ ഡെഫിനിഷൻസ് പഠിക്കണ്ട, എക്സ്പ്ലനേഷൻ പഠിക്കണ്ട, നിങ്ങൾ ഷോർട്ട് ആയിട്ട് ആൻസർ ചെയ്യാൻ മാത്രമേ പഠിക്കാൻ പാടുള്ളൂ, വാരി വലിച്ച് എഴുതരുത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് ഉടായിപ്പ് പഠിത്തമൊന്നും പറ്റൂല എന്നാ പറയുന്നത്. കറക്റ്റ് ആയിട്ട് വ്യക്തമായിട്ട് പഠിച്ചാൽ മാത്രമേ A+. ഇത് കണ്ടോ, ഗിവ് എ ഷോർട്ട് എക്സ്പ്ലനേഷൻ ഫോർ ഈച്ച് ഓഫ് ദീസ്. എക്സ്പ്ലെയിൻ ചെയ്യണം ഓരോ ടേമും എന്താന്ന് നിങ്ങളോടാണ് അവർ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഡെഫിനിഷൻസ് പഠിക്കണം, എക്സ്പ്ലനേഷൻസ് ഒക്കെ നിങ്ങൾ കൃത്യമായി പഠിക്കണം. 1 വേർഡ് അല്ല ചോദിച്ചിരിക്കുന്നത് എന്ന് കൂടി നിങ്ങൾ ഓർത്തിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. യെസ്, അപ്പൊ നമ്മൾ പേടിപ്പിക്കാൻ വേണ്ടിട്ട് ഒന്നല്ല മക്കളോട് പറയുന്നത്, കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്തേ പറ്റുള്ളൂ. ഒരു SSLC സ്റ്റുഡന്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യണം. ഈ വർഷം നിങ്ങളെ ലൈഫ് എന്ത് ചെയ്യുക, ഡൈവേർട്ട് ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ്. എങ്ങോട്ട് പോകണം തീരുമാനിക്കുന്നത് വെച്ചിട്ട്, സയൻസ് എടുക്കണോ, കൊമേഴ്സ് എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ, ഒക്കെ ഇതിനെ മാർക്ക് ബേസ് ചെയ്തിട്ടല്ലേ. അതെ, ഒരു വർഷത്തെ കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ. നിങ്ങൾ +1 ഇപ്പൊ നടക്കുന്ന അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എടുത്ത് നോക്കിയാൽ നല്ല മാർക്ക് വാങ്ങിയ, ഫുൾ A+ വാങ്ങിയ കുട്ടികൾ പോലും സീറ്റ് കിട്ടാതെ പുറത്താണ്. സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ മക്കൾ മനസ്സിലായിക്കൊണ്ട് നമ്മൾക്ക് A+ വേണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവാണല്ലോ അല്ലേ? അപ്പൊ പിന്നെ പഠിക്കുക. ഈ ഒരു വർഷമല്ലേ, അത് പോട്ടെ. ഒരു വർഷമില്ല അശ്വിനി മിസ്, ഒരു 8 മാസം 9 മാസം, മാർച്ച് എത്താനായി അല്ലേ? അപ്പൊ 9 മാസം കഷ്ടപ്പെടാൻ തയ്യാറാവുക. അച്ഛനെ അമ്മേനെ ഒക്കെ വിചാരിച്ചിട്ട് 9 മാസം പഠനത്തിന് വേണ്ടി മാത്രമായിട്ട് സ്പെൻഡ് ചെയ്യും. ഓക്കെ, അതിൽ ഇവർക്ക് അത് വേണം സർ. എന്തുകൊണ്ടറിയോ, കുറെ മുന്നേ കുട്ടികൾ തന്നെ വന്നിട്ട് കമന്റ് ചെയ്യുന്നു, നിലവാരമില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ അത് മാറ്റി. ഇനി നിങ്ങൾ കമന്റ് ചെയ്യാൻ പോകുന്ന നിലവാരം കൂടി ക്വസ്റ്റ്യൻ പേപ്പർ. അതെ, അപ്പൊ വീഡിയോയുടെ താഴെ കമന്റ് ഏത് ടൈപ്പ് ക്ലാസ്സുകളാണ്, എങ്ങനെ ക്ലാസ്സുകളാണ്, എന്താണ് വേണ്ടെന്ന് വീഡിയോ കമന്റ് ചെയ്യാൻ റെഡി അല്ലേ? നമുക്ക്